ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുഞ്ഞ റെസിപ്പിയാണ് ഓലൻ. വളരെ കുറഞ്ഞ ചേരുവകൾ മതി. 3 ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഓലൻ ഉണ്ടാക്കുന്നത്. എന്നാൽ മറ്റുള്ള കറികളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഓലൻ. സദ്യ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി എല്ലാവരും നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മളിടുന്ന ബാക്കിയുള്ള റെസിപ്പിയും ഓണത്തിൻ്റെ തന്നെയാണ്. എല്ലാവരും അത് കണ്ടതിന് ശേഷം ഈ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇളവൻ അല്ല കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വൃത്തിയാക്കി. ഇനി അതിലേക്ക് ഒരു 5 പച്ചമുളക് കീറി ഇടുന്നുണ്ട്. ഇനി നമ്മളിടുന്ന 2-3 ഉള്ളി ഇടുന്നുണ്ട് ഞാൻ. ഉള്ളി നിർബന്ധമില്ല. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് 2ാം പാലാണ് കേട്ടോ. പാലിൽ തന്നെ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനിയിപ്പം ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഈ കുമ്പളങ്ങ ഈ പാലിൽ കിടന്ന് നല്ല വെന്ത് വറ്റി വരണേ. എന്നാലേ ഈ ഓലന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെയും കുറച്ച് ചേരുവകൾ ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഇല്ല, പിന്നീടേ ഉള്ളൂ. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പാല് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല കുറുകയുള്ള 1ാം പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇപ്പം നല്ല കുമ്പളങ്ങായും ആ പച്ചമുളകും ഒക്കെ വെന്തിട്ടുണ്ട്. വെന്തൊടയുന്ന പാകമാവണേ. ഇനി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വൻപയർ. അത് കുറച്ചേ ഉള്ളൂ, ചെറിയ ഒരു കപ്പിന്. ആ വേവിച്ച വൻപയറും കൂടെ ഈ കുമ്പളങ്ങ വറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയിരിക്കുന്ന 2ാം പാല് ചേർക്കുക. ഇനി ഈ പാലിൽ കിടന്ന് വേണം ഇത് രണ്ടും കൂടി ഒന്നുകൂടി വെന്ത് വരാൻ. ഇതെല്ലാം ഒന്ന് വെന്ത് സെറ്റായി വറ്റി വരുന്ന പാകമാകുമ്പോഴത്തേക്കാണ് നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കറിയാണ്. കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഈ ഓലൻ ഉണ്ടാക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ല അടി പിടിക്കാതെ ചെറിയ തീ തന്നെ വേണം ഇത് വറ്റിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള വെള്ളവും കൂടി ഒന്ന് വറ്റി വരട്ടെ. ഇത് പാലിൻ്റെ വെള്ളമാകട്ടെ, നമ്മൾ വേറൊരു വെള്ളവും ചേർക്കുന്നില്ല. ഈ തേങ്ങാപ്പാൽ ഒന്ന് നല്ലോണം വറ്റി വരുന്ന സമയത്ത് വേണം നമ്മുടെ 1ാം പാല് ചേർക്കാൻ. ഇനിയിപ്പോൾ കുറച്ചുകൂടി വേവട്ടെ, ഒന്ന് അടച്ചു വെക്കാം. അന്നേരം നല്ല കുറുക കിട്ടും. ഇത് കുറുകിയ പാകത്തിന് വേണേ എടുക്കാൻ. ഇനി ഞാൻ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്ത് തീ ഇപ്പോൾ ഓഫാക്കിയേ. ഇനി തീ കത്തിക്കല് പിരിഞ്ഞു പോവേ. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയുമാണ്. ഈ ഓലൻ താളിക്കത്തൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. മണമെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ കറിവേപ്പിലയുടെയും ഫ്രഷ് കറിവേപ്പിലയും ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനിയിപ്പം നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഇത് വിളമ്പാനേ. സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1-2 റെസിപ്പികളും കൂടിയേ ഉള്ളൂ. അത് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇടും. അപ്പം ഇത് കണ്ടതിന് ശേഷം എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് സദ്യ ഉണ്ടാക്കണം കേട്ടോ. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം എന്നോട് അഭിപ്രായമൊക്കെ പറയണേ. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ ചാനലൊക്കെ ആദ്യം കാണുന്നവർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഓലൻ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചാറൊക്കെ നല്ല കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്നും ചെയ്യണ്ട, ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി സെറ്റായി കിട്ടും. ആ വെളിച്ചെണ്ണയുടെയൊക്കെ സ്മെല്ല് വരുന്നതല്ലേ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള 3 ചേരുവയേ ഉള്ളൂ. പക്ഷെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദായി കറി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വിളമ്പാവേ. ഞാനിത് ചോറിൻ്റെ കൂടെ തന്നെയാണ് വിളമ്പുന്നത്. ഇലയിൽ തന്നെയാണ് വിളമ്പുന്നത് കേട്ടോ. ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം കണ്ടില്ലേ, ഇലയിലൊന്നും പോകുന്നില്ല. ഈ പാകത്തിന് വേണം നമുക്ക് ഓലൻ നിൽക്കാൻ. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിങ്ങനെ ചാറ് നീണ്ടു ഒഴുകിപ്പോവേ. ഇലസദ്യക്കുള്ള ഒരു കറിക്കും വെള്ളം കൂടരുത്. എല്ലാ ഇലയും നിൽക്കുന്നതൊക്കെ രീതി വേണം ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മുടെ ഓലൻ റെഡിയായി. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാം, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഓണത്തിൻ്റെ അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.
താങ്ക്സ് ഫോർ വാച്ചിങ്.